This call is now being recorded. Good afternoon, all. Good afternoon, ma'am. Okay, കഴിഞ്ഞ ദിവസം മിസ് എടുത്ത് നോക്കിയോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തോ എല്ലാവരും? മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് മിസ് ഓണർഷിപ്പ് ആണല്ലേ തുടങ്ങേണ്ടത്. അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ മിസ്. കഴിഞ്ഞ ദിവസത്തെ ഒന്നും ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? സ്റ്റാർട്ട് ചെയ്യാലോ മിസ്? നമുക്ക് 2 ക്ലാസ് ഉണ്ടാവും കേട്ടോ. 2 മണിക്കൂറാണ് ക്ലാസ്. 1 മണിക്കൂർ ഒരു ടീച്ചറും 1 മണിക്കൂർ ഒരു ടീച്ചറും കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് ആരും ലെഫ്റ്റ് ചെയ്ത് പോവരുതേ. നെക്സ്റ്റ് ടീച്ചർ വരും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഓണർഷിപ്പ് അല്ലെ. ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹോസ്പിറ്റൽസിനെ ഡിവൈഡ് ചെയ്യാറുണ്ട്, ക്ലാസിഫൈ ചെയ്യാറുണ്ട് അല്ലെ. നമുക്ക് കേൾക്കാറുണ്ട് അല്ലെ, ഗവൺമെന്റ് ഹോസ്പിറ്റല്, താലൂക്ക് ഹോസ്പിറ്റല്, പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്നൊക്കെ കേൾക്കാറില്ലേ നമ്മ? അപ്പൊ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മ അങ്ങനെ പറയുന്നത്? ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്, താലൂക്ക് ഹോസ്പിറ്റലാണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഉടമസ്ഥതാവകാശത്തിന്റെ പേരിൽ അല്ലെ, ഓണർഷിപ്പിന്റെ പേരിൽ അല്ലെ. അപ്പൊ നോക്കിയേ, ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് എ ഹോസ്പിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫോളോസ് അല്ലെ. എന്താണ് നമ്മ ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റൽ നമ്മ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് താഴെ കൊടുക്കുന്നു അല്ലെ. പബ്ലിക് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ ഓണർഡ് ബൈ ഗവൺമെന്റ് അല്ലെ. നമ്മുടെ ഗവൺമെന്റിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള ഹോസ്പിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലെ. നോക്കിയേ, ഹോസ്പിറ്റൽ മാനേജ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റല് ആരാണ് മാനേജ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് അല്ലെ. മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? സച്ചാസ് എയിംസ്, PGIS, എയിംസ് AIIMS. ഫുൾ ഫോം അറിയോ ആർക്കെങ്കിലും? AIIMS, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എഴുതിയെടുക്കാം കേട്ടോ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും PGI, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, PGIS, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. എയിംസ് ഒക്കെ കേട്ടിട്ടില്ലേ നിങ്ങ? സെൻട്രൽ ഗവൺമെന്റിന്റെ അധീനതയില് സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന ഹോസ്പിറ്റല് ന്യൂഡൽഹിയിലൊക്കെ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റല്. PGIS എന്ന് പറഞ്ഞാല് നമ്മുടെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ കൊടുക്കില്ലേ, കോഴ്സ് കൊടുക്കില്ലേ? അവിടെ റിസർച്ച് നടത്തുന്നുണ്ട്, അവിടെ എഡ്യൂക്കേഷൻസ് നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, PGIS. നമ്മുടെ ഇവിടെ മെഡിക്കൽ കോളേജുകളിലൊക്കെ എങ്ങനെയാണ്? MBBS-ഉം നഴ്സിംഗ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ മെഡിക്കൽ കോളേജുകളില്? ഉണ്ടോ? ഉണ്ട്. അതേപോലെ എന്താണ് നമ്മുടെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് PGIS. ഓക്കെ ആണോ? അത്
MD കോഴ്സ്. ഓക്കെ, MD കോഴ്സ്. അവിടെ റിസർച്ചുകൾ നടത്തുന്നുണ്ട്, ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്, എഡ്യൂക്കേഷനും കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ദോസ് മാനേജ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെ, നമ്മുടെ AIIMS, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. നമ്മുടെ ഇന്ത്യയിലെ 13 എയിംസ് ഹോസ്പിറ്റലാണ് ഉള്ളത്. നമ്പർ 1 എയിംസ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. നിങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല കേട്ടോ, ജസ്റ്റ് അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു പ്രിന്റ് ഔട്ടിനെ ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും ക്വസ്റ്റ്യൻ, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മിസ്സുമാര്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ദോസ് മാനേജ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെ. നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലൊക്കെ കേട്ടിട്ടില്ലേ, ജില്ലാ ഹോസ്പിറ്റലൊക്കെ, അതൊക്കെ ആരാണ് നടത്തുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. നെക്സ്റ്റ് പറയുന്നത് മുനിസിപ്പൽ ഹോസ്പിറ്റൽ, ദോസ് മാനേജ്ഡ് ബൈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അല്ലെ. നമ്മുടെ ജില്ലാ ഭരണം, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒക്കെ പോലെ. ഓക്കെ, ജില്ലാ അടിസ്ഥാനത്തിലുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അല്ലെ, നമ്മുടെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ അണ്ടറിലുള്ളത്, അവര് മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് മുനിസിപ്പൽ ഹോസ്പിറ്റൽ. നെക്സ്റ്റ് പറയുന്നത് PSU ഹോസ്പിറ്റൽ, ദോസ് managed by specific PSU like railway, Coal India Limited, etc. PSU എന്ന് പറഞ്ഞാല് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് നമ്മുടെ ഗവൺമെന്റിന്റെ തന്നെ ആയിരിക്കും, പക്ഷെ എന്താണ്, ഏതെങ്കിലും പബ്ലിക് സെക്ടർ ഉടമസ്ഥാവകാശത്തിലുള്ളതായിരിക്കും. ഇപ്പൊ റെയിൽവേ എന്ന് പറയുന്നതില്ലേ, റെയിൽവേ അല്ലെ, അതെന്താണ് നമ്മുടെ ഗവൺമെന്റിന്റെ ആണ് അല്ലെ അല്ലെ. അപ്പൊ അവർക്ക് മാത്രമായിട്ടുള്ള ഹോസ്പിറ്റല്. അപ്പൊ റെയിൽവേ, കോയൽ ഇന്ത്യ ലിമിറ്റഡ് അല്ലെ, നമ്മുടെ കൽക്കരി ഖനന അങ്ങനെയുള്ള വരുന്നത്. പിന്നെ മിലിറ്ററി ഹോസ്പിറ്റലൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? മിലിറ്ററി ഹോസ്പിറ്റല് കേട്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലൊക്കെയാണ് PSU ഹോസ്പിറ്റലിന് എക്സാമ്പിൾ വരുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഇതിലുള്ള മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ഇതൊക്കെ എന്താണ്? നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റല്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റല്, മുനിസിപ്പൽ ഹോസ്പിറ്റല്, PSU ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ് അല്ലെ, ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ഹോസ്പിറ്റലുകളാണ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് അതിനൊക്കെയാണ് പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ ഓണഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ. നമ്മുടെ ഹോസ്പിറ്റൽ, ഈ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ നടത്തുന്നത് ആരാണ്? ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഏതെങ്കിലും ഒരു കമ്പനിയോ നടത്തുന്ന ഹോസ്പിറ്റലാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ. അതിന്റെ പർപ്പസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലെ, ഹോസ്പിറ്റൽ ദാറ്റ് ഹാവ് എ ബിസിനസ് പർപ്പസ് അല്ലെ. പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റിന് വേണ്ടി നടത്തുന്നതാണ് അല്ലെ. ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ കുറെ പേര് പാർട്ട്ണർഷിപ്പ് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു കമ്പനി നടത്തുന്നത് അവർക്ക് എന്തിനു വേണ്ടിയിട്ടാ? പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ടാണ് അല്ലെ, ലാഭം ലഭിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചില ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പറയാറുണ്ട് അവിടെ വെറുതെ പോകുന്നതാണ്, ഉള്ള ടെസ്റ്റുകളൊക്കെ എഴുതി എല്ലാ പൈസയും നമ്മുടെ ഇന്ന് ഈടാക്കും എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. വേണ്ടാത്ത ആവശ്യമില്ലാത്ത ടെസ്റ്റുകളൊക്കെ എഴുതി നമ്മളിൽ നിന്ന് പണം വാങ്ങുമെന്ന് പറയാറുണ്ട് അല്ലെ. അതെന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റിന് ബേസ് ചെയ്തിട്ടാണ് അല്ലെ. ആണോ? പറയാറില്ലേ? നിങ്ങൾ പറയാറില്ലേ? പറയാറില്ലേ? പറയാറുണ്ട് അല്ലെ, എല്ലാവരും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അതെന്താണ്? അങ്ങനെയുള്ള ഹോസ്പിറ്റൽ എന്താണ്? നമ്മുടെ പ്രോഫിറ്റിനെ ബേസ് ചെയ്ത് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു നമ്മുടെ ബിസിനസ് പർപ്പസിന് മാത്രമായിട്ട് നടത്തുന്ന ഹോസ്പിറ്റലാണ്. ആ ഫീസ് കൂടുതലായിരിക്കും, ആവശ്യമില്ലാത്ത ടെസ്റ്റുകൾ ചെയ്യും അല്ലേ. നെക്സ്റ്റ് പറയുന്നത് ഇൻഡിവിജ്വൽ ഓർ പാർട്ണർഷിപ്പ്. മിസ് നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു 3-4 പേരൊക്കെ പാർട്ണർഷിപ്പ് കൂടി തുടങ്ങുന്ന ഹോസ്പിറ്റൽ അല്ലെ. ഹോസ്പിറ്റൽ ദാറ്റ് ആർ ഓണർഡ് ബൈ ഇൻഡിവിജ്വൽ ഓർ എ പാർട്ണർഷിപ്പ്, ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ എന്താണ് ഒരു പാർട്ണർഷിപ്പ് കുറച്ചു പേര് കൂടി നടത്തുന്ന ഹോസ്പിറ്റൽ. കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ ഓണർഡ് ബൈ പ്രൈവറ്റ് കമ്പനി അല്ലെ, ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനി നടത്തുന്ന ഹോസ്പിറ്റൽ. കോർപ്പറേറ്റ് ഹോസ്പിറ്റലൊക്കെ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഉണ്ട്, കേട്ടിട്ടില്ലേ? കോർപ്പറേറ്റ് ഹോസ്പിറ്റലൊക്കെ
അപ്പൊ അങ്ങനെയുള്ള കോർപ്പറേറ്റ് ഹോസ്പിറ്റല്. നെക്സ്റ്റ് പറയുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ. കേട്ടിട്ടില്ല? ഇരിങ്ങാലക്കുട, തൃശ്ശൂരുള്ള ആരെങ്കിലും ഉണ്ടോ? ഇരിങ്ങാലക്കുട അവിടെയൊക്കെ ഉണ്ട്. യെസ്, കേട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ. Hospital owned by NGO or charitable organization that do not have a business purpose connected with it. NGO എന്ന് പറഞ്ഞാൽ non governmental organization. NGO non governmental organization എന്ന് വെച്ചാൽ എന്താണ്? ഒരു ചാരിറ്റി ബേസ് ചെയ്ത് നടത്തില്ലേ? അങ്ങനെയുള്ള ഹോസ്പിറ്റലിനെയാണ് ഹോസ്പിറ്റൽ ഓണഡ് ബൈ NGO, നമ്മുടെ ഗവൺമെന്റ് അല്ലാതെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. അവരെന്താണ്? ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടി നടത്തുന്നതല്ല, ഒരു ചാരിറ്റി ആയിട്ട് അല്ലെ, ആതുര സേവനം പോലെ അങ്ങനെ നടത്തുന്നതാണ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ. ഈ ക്രിസ്ത്യൻസിന്റെ ഒക്കെ ഒരുപാട് അവരുടെ ഇതിലൊക്കെ ഉണ്ടാവും, സഭയുടെ കീഴിലൊക്കെ AIMS നോക്കാം, PGI ഒക്കെ നോക്കാം കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. AIIMS, PGI, PSU, കരുണ. ഓക്കെ, ഓക്കെ ആണോ? അത്രയും ഓണർഷിപ്പ് ഓക്കെ അല്ലേ? പബ്ലിക് ഹോസ്പിറ്റല്, പ്രൈവറ്റ് ഹോസ്പിറ്റല്, നമ്മുടെ ഓണർഷിപ്പ് ഉടമസ്ഥാവകാശത്തിന്റെ പേരില് ഹോസ്പിറ്റലിനെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ആദ്യത്തേത് പബ്ലിക് ഹോസ്പിറ്റൽ, രണ്ടാമത്തേത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ. AIIMS എന്ന് പറഞ്ഞാല് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. PGI എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലേ? സിസ്റ്റം ഓഫ് മെഡിസിൻ, ആ ഒരു മെഡിസിന്റെ സമ്പ്രദായം എങ്ങനെയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യുന്നു അല്ലെ. ഇൻ ദ മോഡേൺ വേൾഡ് അലോപ്പതി ആസ് എ സിസ്റ്റം ഓഫ് മെഡിസിൻ is mainly used as a system of medicine. However, in India, Ayurveda, homeopathy and Unani are also acknowledged system of medicine and preferred by many people. നമ്മുടെ മോഡേൺ വേൾഡില്, ആധുനിക ലോകത്ത് നമ്മൾ ഏത് സമ്പ്രദായം, ഏത് സിസ്റ്റമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്? അലോപ്പതിയാണ് അല്ലെ. ഇംഗ്ലീഷ് ഡോക്ടർ എടുത്താണ് ആദ്യം തന്നെ പോകുന്നത്. എന്തെങ്കിലും അസുഖം വന്നാല് ആരെടുത്ത് ആദ്യം പോകുന്നത്? അലോപ്പതിയാണ് അല്ലെ. അലോപ്പതി കാണിക്കാനാണ് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ മോഡേൺ വേൾഡില് ആസ് എ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് ഏതാണ്? അലോപ്പതിയാണ് അല്ലെ. ആ ഒരു അലോപ്പതി മെഡിസിൻ ആണ് കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. എന്നിരുന്നാലും നമ്മുടെ ഇന്ത്യയിലെ ഏതൊക്കെ തരത്തിലുള്ള മെഡിസിൻ ഉണ്ട്? അലോപ്പതി ഉണ്ട് അല്ലെ, ആയുർവേദമുണ്ട്, യുനാനി ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ടല്ലോ. യുനാനി ഒക്കെ പഠിച്ചില്ലേ നിങ്ങ? ഹെൽത്ത് കെയർ സിസ്റ്റത്തിലല്ല പഠിച്ചു അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ഇന്ത്യയില് ആയുർവേദ മെഡിസിൻ ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, യുനാനി ഉണ്ട്. അതെന്താണ്? ഈ മൂന്ന് നമ്മുടെ അലോപ്പതി അല്ലാതെ ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി എന്താണ് നമ്മൾ അംഗീകരിച്ചതും എന്താണ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, മെനി പീപ്പിൾസ് അല്ലെ, കുറെ ആളുകൾ എന്താണ് ഈ ഒരു സമ്പ്രദായം യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, ആശ്രയിക്കുന്നുണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ പ്രോമിനന്റ് സിസ്റ്റം ഓഫ് medicine, hospital can be classified as homeopathy hospital, ayurveda hospital or unani medicines അല്ലെ. എന്താണ് നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിലെ ഏത് വൈദ്യശാസ്ത്രമാണോ നിലനിൽക്കുന്നത് അല്ലെ, അതിനെ ആശ്രയിച്ച് നമ്മൾ ഹോസ്പിറ്റലിനെ എന്തൊക്കെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്? ഹോമിയോപ്പതി ഹോസ്പിറ്റല്, ആയുർവേദ ഹോസ്പിറ്റല്, യുനാനി ഹോസ്പിറ്റൽ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു അല്ലെ. ആ ഒരു ഹോസ്പിറ്റലില് ഏത് സമ്പ്രദായമാണ്, സിസ്റ്റം ഓഫ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ, അതിന്റെ അടിസ്ഥാനത്തില് ഹോസ്പിറ്റലിനെ നമ്മൾ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, ആയുർവേദ ഹോസ്പിറ്റൽ, യുനാനി ഹോസ്പിറ്റൽ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. ഈവൻ ദോ സച്ച് ഹോസ്പിറ്റൽ ആർ ഫ്യൂ ഇൻ നമ്പേഴ്സ് അല്ലെ. നമ്മുടെ അലോപ്പതി ഹോസ്പിറ്റലിന്റെ അത്രയുണ്ടോ? യുനാനി ഹോസ്പിറ്റലോ, ഹോമിയോപ്പതി, ആയുർവേദ ഹോസ്പിറ്റലോ ഉണ്ടോ?
അലോപ്പതി ഹോസ്പിറ്റലിൽ എത്രയുണ്ടോ? ഇംഗ്ലീഷ് മരുന്നുകൾ കൊടുക്കില്ല അല്ലെ? എന്താണ്? ഫ്യൂ ഇൻ നമ്പേഴ്സ് അല്ലെ? കുറച്ചുള്ളൂ അല്ലെ? there is an increasing interest of people in availing treatment of this system of medicine അല്ലെ? ഈ വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളുടെ ചികിത്സ ലഭ്യമാക്കുന്നതില് ആളുകളുടെ താല്പര്യം വർദ്ധിച്ചു വരികയാണ് അല്ലെ? ഇപ്പൊ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഈ കുഞ്ഞുങ്ങൾ പ്രസവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഒരു എന്താണ് ഒരു 3 മാസം ഒരു 2 മാസമൊക്കെ കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാല് കൊണ്ടുപോകോ? ഇപ്പൊ ഇംഗ്ലീഷ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകോ? ആദ്യം കേട്ടിട്ടില്ലേ ഇതൊക്കെ? അവര് ഹോമിയോപ്പതി കാണിക്കില്ലേ? ഹോമിയോപ്പതി കാണിക്കും. എന്നിട്ട് പറയാറുണ്ട് ഹോമിയോ പിടിച്ചു കിട്ടുകയാണെങ്കിൽ നല്ലതാണ്, ഇതിന് സൈഡ് എഫക്റ്റുകൾ ഇല്ല എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? കേട്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളുടെ ചികിത്സ ലഭ്യമാകുന്നതിൽ ആളുകളുടെ താല്പര്യം വർദ്ധിച്ചു വരികയാണ് അല്ലെ? അലോപ്പതിനെ അപേക്ഷിച്ച് നമ്മുടെ ഹോമിയോപ്പതി ആയുർവേദ മെഡിസിൻ ഉപയോഗിക്കുന്നതിൽ ആ ഒരു ഇൻട്രസ്റ്റ് നമ്മുടെ ആളുകൾക്കിടയിലുള്ള ആ ഒരു താല്പര്യം വർദ്ധിച്ചു വരുന്നു. ഓക്കെ ആണോ? ഇപ്പൊ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലെ, പെട്ടെന്ന് പനി വന്നു, അതല്ലെങ്കിൽ കഫക്കെട്ട് കൂടിക്കഴിഞ്ഞാൽ അവർ ആദ്യം എന്ത് ചെയ്തു? ആന്റിബയോട്ടിക്സുകൾ സ്റ്റാർട്ട് ചെയ്യും അല്ലെ? അപ്പൊ ചിലര് പറയാറുണ്ട് എന്തിനാണ് ഈ കുഞ്ഞിന് ഇത്രയും ആന്റിബയോട്ടിക്സുകൾ കൊടുക്കുന്നത് അല്ലെ? നമുക്കൊന്ന് ഹോമിയോ കാണിച്ചു നോക്കാം, അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടർ കാണിച്ചു നോക്കാം എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? അപ്പൊ എന്താണ് നമുക്ക് പൊതുവെ അതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടിയിട്ടില്ല പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? അത് ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ലെങ്ത് ഓഫ് സ്റ്റേ അല്ലെ? നമ്മൾ ഹോസ്പിറ്റലില് എത്ര നാള് താമസിക്കുന്നുണ്ട്, സ്റ്റേ ചെയ്യുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തില് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പൊ നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ലെങ്ത് ഓഫ് സ്റ്റേ generally needed for a hospital, a patient in a hospital can be classified as long stay hospital and short stay hospital അല്ലെ? നമ്മ ഒരു ഹോസ്പിറ്റലില് ആ ഒരു പേഷ്യന്റിനെ എത്ര ദിവസം എത്ര നാള് താമസിക്കേണ്ടി വരുന്നുണ്ട്, ആവശ്യമായി വരുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യുന്നു. എന്തൊക്കെയാണത്? ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ ആൻഡ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ. അപ്പൊ ആ പേരിൽ തന്നെയുണ്ട് അല്ലെ? ലോങ് സ്റ്റേ ഒരുപാട് നാള് താമസിക്കുക, ഷോർട്ട് സ്റ്റേ കുറച്ച് ദിവസം അല്ലേ? അപ്പൊ നമ്മൾ പൊതുവായിട്ട് ഇപ്പൊ നമുക്ക് ചുറ്റും കാണുന്ന ഹോസ്പിറ്റൽ എങ്ങനെയുള്ളതാണ്? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ ആണ് അല്ലെ? ഇപ്പൊ നമുക്ക് പനി വന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ 1 മാസം 2 മാസം 3 മാസം ഒക്കെ പിടിച്ചെടുത്തോ? 5 days അല്ലെ? ഒരു ആന്റിബയോട്ടിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം ഒക്കെയാണ് അല്ലെ? ആണോ? പറയേ. അപ്പൊ എന്താണ്? അപ്പൊ നമുക്ക് അതിന് എന്ത് പറയാം? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയാം അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ഹോസ്പിറ്റൽ നമുക്ക് എന്ത് പറയാം? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ. അപ്പൊ മെന്റൽ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവിടെ 2 ദിവസം 3 ദിവസം കട്ടിട്ട് വിട്ടോ? കുറച്ച് ദിവസം കഴിയും, ചിലപ്പോ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ 3 മാസം 4 മാസം ഒക്കെ കിടക്കേണ്ടി വരും അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ഹോസ്പിറ്റൽ എന്തായിരിക്കും? ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ അല്ലേ? അപ്പൊ നോക്കിയേ, on short stay hospital, patients in short stay hospital are required to be admitted for a relatively shorter period. എന്താണ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്? ആ ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുന്നത് ഒരു ഷോർട്ട് ടൈം പീരീഡിലായിരിക്കും അല്ലെ? കുറച്ച് ദിവസങ്ങൾക്കായിരിക്കും. such as 1 or 2 days up to 20 days വരെ, ഒരു 20 ദിവസം വരെ ഒരു പേഷ്യന്റ് 1 or 2 അത് എന്താണ് നമുക്ക് മാക്സിമം ഒരു 20 ദിവസം വരെയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നു. മോസ്റ്റ് ഹോസ്പിറ്റൽസ് ദാറ്റ് വി സീ ഇൻ അവർ ലൊക്കാലിറ്റി ആർ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ. എന്താണ്? നമുക്ക് ചുറ്റും നമ്മൾ കാണുന്ന ഭൂരിഭാഗം ഹോസ്പിറ്റൽ അല്ലെ? മോസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ ആണ്. ഓക്കെ ആണോ? പേഷ്യൻസ് ഇൻ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ, ഒരു പേഷ്യന്റിനെ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലില് അവർ അഡ്മിറ്റ് ആക്കുന്ന ആ ഒരു കാലയളവ് അല്ലെങ്കിൽ ആ ഒരു ദൈർഘ്യം എന്ന് പറയുന്നത് 1 or 2 ദിവസമോ അപ്
ടു അല്ലെ, ഏകദേശം മാക്സിമം ഒരു 20 ദിവസം വരെയാണെങ്കിൽ കോഴ്സ് ഓഫ് മെഡിസിൻ അല്ലെ, അത് വരെയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നതിന് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നു. നമുക്ക് ചുറ്റും കാണുന്ന ഭൂരിഭാഗം ഹോസ്പിറ്റലും ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ അല്ലെ. These hospitals offer care that generally requires inpatients for a long term, such as months or years in the hospital. ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് പേഷ്യന്റിനെ താമസിക്കുന്ന ആ ഒരു കാലയളവ് അല്ലെങ്കിൽ അവരുടെ ആ സ്റ്റേ എന്ന് പറയുന്നത് ലോങ് ടേം ആയിരിക്കും അല്ലെ, ഒരുപാട് നാളത്തേക്കായിരിക്കും. സച്ച് ആസ് ചിലപ്പോ മന്ത്സുകളാകാം, 2 മാസമോ 3 മാസമോ, പ്രസവരക്ഷ അല്ലെ. ഓക്കെ, എന്താണ് ഇയേഴ്സ് അല്ലെ, അല്ലെങ്കിൽ വർഷങ്ങളോ ആയിരിക്കാം. അപ്പൊ നോക്കിയേ, ടിപ്പിക്കലി സച്ച് ഹോസ്പിറ്റൽ വിൽ ബി മെന്റൽ ഹോസ്പിറ്റൽ. ഇതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? മെന്റൽ ഹോസ്പിറ്റൽ അല്ലെ. മെന്റൽ ഹോസ്പിറ്റലൊക്കെ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, മെന്റൽ ഹോസ്പിറ്റലൊക്കെ കാണിക്കുന്നത്. അപ്പൊ അവിടുത്തെ എൻവയോൺമെന്റ്, അവിടുത്തെ ആ ഒരു ചുറ്റുപാട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഒരു ഫാമിലി നമ്മുടെ വീടിനോട് പോലെയുള്ള ഒരു കൺസ്ട്രക്ഷൻ ഒക്കെ ആയിരിക്കും അല്ലെ, ഹോം ലൈക്ക് എൻവയോൺമെന്റ് ആയിരിക്കും അല്ലെ. പുറത്ത് പോയി കുറച്ചു നേരം റിലാക്സ് ചെയ്യാം, പത്രം വായിക്കാം, ഹോംലി എൻവയോൺമെന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ നോക്കിയേ, നമുക്ക് മെന്റൽ ഹോസ്പിറ്റൽ, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് അല്ലെ, നമുക്ക് എന്താണ് എന്തെങ്കിലും പുനരധിവാസങ്ങളൊക്കെ ചെയ്യുന്നതിന്, ഇപ്പൊ പ്രസവ രക്ഷ എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, ജെറിയാട്രിക് കെയർ സെന്റേഴ്സ്. ജെറിയാട്രിക് കെയർ സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രായമായവരില് അസുഖങ്ങൾ വരില്ലേ, പ്രായമായവരിലെ രോഗങ്ങള് ഏജ് ആയവർക്കുള്ളത് അവരെ നോക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ജെറിയാട്രിക് കെയർ സെന്റേഴ്സ്. അപ്പൊ അവർക്ക് എന്താണ് അസുഖങ്ങൾ കൂടുതലായിരിക്കും അല്ലെ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് അല്ലെ, അല്ലെങ്കിൽ വേദനകള് അല്ലെ, തേയ്മാനങ്ങള്, വേദനകളൊക്കെ അവർക്ക് കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നോക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്കുള്ള കെയർസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതൊക്കെയാണ് ജെറിയാട്രിക് കെയർ സെന്റേഴ്സ്. നെക്സ്റ്റ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ് അല്ലെ. നമ്മൾ പറഞ്ഞെന്താണ്, ജീവിതകാലം മുഴുവൻ അല്ലെ, ലൈഫ് ലോങ് ട്രീറ്റ്മെന്റുകൾ ആവശ്യമായി വരുന്ന പേഷ്യൻസിനൊക്കെയാണ് നമ്മൾ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സിൽ കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലൊക്കെയാണ് എന്തിന് എക്സാമ്പിൾ? ലോങ് സ്റ്റേ ഹോസ്പിറ്റലിന്റെ എക്സാമ്പിൾ. ഡ്യൂ ടു ലോങ് ടേം റെസിഡൻഷ്യൽ നീഡ്സ് അല്ലെ, ഇതൊക്കെ എങ്ങനെയാണ്? ദീർഘകാലത്തേക്കുള്ള റെസിഡൻഷ്യൽ നീഡ്സുകൾ ആവശ്യമായി വരുന്നുണ്ടോ? താമസം, ഭക്ഷണം, വസ്ത്രം അല്ലേ, ആണോ? ആണല്ലേ. അപ്പൊ എന്താണ്? ഡ്യൂ ടു എ ലോങ് ടേം റെസിഡൻഷ്യൽ നീഡ്സുകൾ അല്ലെ. These hospitals are built in such a manner that gives it a feel of a home-like environment rather than ഒരു ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റൽ ആണ് എന്ന് തോന്നുന്ന വിധത്തിലല്ലാതെ ഒരു ഹോം ലൈക്ക് എൻവയോൺമെന്റിലായിരിക്കും ഇത്തരം ഹോസ്പിറ്റലുകൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്, നിർമ്മിക്കുന്നത്. ഓക്കെയാണോ? മിസ് പറഞ്ഞ പോലെ താളവട്ടം മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? താളവട്ടം മൂവീസ് ഒക്കെ, താളവട്ടം അല്ലേ മിസ് മറന്നുപോയി അല്ലെ. അതിലങ്ങനെയല്ലേ, കണ്ടിട്ടില്ലേ? പുറത്ത് കുറെ ഗാർഡൻ അല്ലേ, പുറത്ത് പോയിരിക്കാം. ഓക്കെയാണോ? ഓക്കെ അല്ലേ ബ്രദർ? സിസ്റ്റം ഓഫ് മെഡിസിൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ. നെക്സ്റ്റ് നിങ്ങൾക്ക് കുറച്ച് അബ്രിവിയേഷൻസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. PHSC നമ്മ പറഞ്ഞതൊക്കെ തന്നെയാണ്. PHSC അല്ലെ, എന്താണ്? പ്രൈമറി. ഇതിനകത്ത് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ഈ അബ്രിവിയേഷനിൽ ക്വസ്റ്റ്യൻ വരുന്നതാണ്, മനസ്സിലാക്കി വെക്കാം കേട്ടോ. PHSC പ്രൈമറി ഹെൽത്ത് കെയർ സെന്റേഴ്സ് അല്ലെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ. FHSC ഫാമിലി ഹെൽത്ത് സെന്റർ. നെക്സ്റ്റ് CPHC കോംപ്രഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ അല്ലെ, നമ്മുടെ പ്രൈമറി ഹെൽത്ത് കെയറിന്റെ കുറച്ചും കൂടി സമഗ്രമായിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഉള്ളതിനെയാണ് നമ്മൾ കോംപ്രഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ജെ അല്ല കേട്ടോ, ഡി ആണ്. സ്വാദ് എന്നാണ്. SWAAD. കറക്റ്റ് ആണോ? പ്രിന്റിൽ എടുക്കുന്നത് കറക്റ്റ് ആണോ? ഓക്കെ. അപ്പൊ എന്താണ്? സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസ് അല്ലെ. നമുക്ക് എയർവേ ഡിസീസുകൾ, ആസ്മ, ബ്രോങ്കൈറ്റിസ്, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഇല്ലേ? കറക്റ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഘട്ടം ഘട്ടമായിട്ട് ചികിത്സ കൊടുക്കുന്നതിനെയാണ് സ്വാഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് COPD അല്ലെ,
എന്താണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, നമ്മുടെ ശ്വാസകോശം ചുരുങ്ങൂലേ, ആ ഒരു അവസ്ഥയാണ് COPD എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ശ്വസിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരില്ലേ, അപ്പൊ ആ ഒരു ഡിസീസിനെയാണ് COPD എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആശാ വർക്കർ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് അല്ലെ, നമുക്ക് കേട്ടിട്ടില്ലേ, ആശാ വർക്കർ കേട്ടിട്ടില്ലേ നിങ്ങളൊക്കെ? ആള് തന്നെയാണ് ആശ അല്ലെ. എന്താണ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റീസ്, നമ്മുടെ വീടുകളിൽ പ്രഗ്നൻസി ലേഡീസ് ഉണ്ടോ അല്ലെ, എന്താണ് പാല് കൊടുക്കുന്ന ലേഡീസ് ഉണ്ടോ, എന്താണ് കുഞ്ഞുങ്ങളുണ്ടോ അല്ലെ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടോ അല്ലെ, അങ്ങനെയൊക്കെ കണക്കെടുപ്പൊക്കെ എടുക്കാൻ വരുന്നതാണ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് AWW, ക്യാപിറ്റൽ ആണ് കേട്ടോ അത്, AWW അംഗൻവാടി വർക്കർ അല്ലെ. നെക്സ്റ്റ് പറയുന്നത് WHSNC, വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി അല്ലെ. എന്താണ് വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. നമ്മുടെ വീട്ടിലൊക്കെ ഈ മഴയൊക്കെ കൂട്ടിപ്പിടിക്കുമ്പോൾ ബ്ലീച്ചിങ് പൗഡർ തരാനും ഒക്കെ വരാറില്ലേ, കുട്ടികൾക്ക് ന്യൂട്രീഷന്റെ പൗഡേഴ്സും ഗുളികകളും അല്ലെ, വിറ്റാമിൻ ടാബ്ലറ്റ്സ്, മന്ത്രിന്റെ ഗുളികകളൊക്കെ തരാൻ വരാറില്ലേ, അവരെയാണ് WHSNC എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ലെങ്ത് ഓഫ് സ്റ്റേ, നമ്മുടെ സിസ്റ്റം ഓഫ് മെഡിസിൻ ഒക്കെ നിങ്ങൾക്ക് ആ പേര് കേട്ടാൽ തന്നെ മനസ്സിലാകില്ല മക്കളെ, മനസ്സിലായില്ലേ? ഇങ്ങനെ ചോദിക്കാം കേട്ടോ. 1 to 2 days up to 20 days വരെയാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിനെ എന്ത് പറയുന്നു, ഒരു ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്നാണോ അല്ലെങ്കിൽ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്നാണോ പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ലെങ്ത് ഓഫ് സ്റ്റേയുടെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലിനെ എത്രയായി ക്ലാസിഫൈ ചെയ്യാം എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അങ്ങനെയൊക്കെയാണ് അവിടുന്ന് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നു അല്ലെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ തീർന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും എനിക്ക് ചോദിക്കാനോ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണ് എല്ലാവർക്കും? ഓക്കെ ആണ്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് മിസ് എടുക്കുന്ന ചാപ്റ്റർ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഔട്ട് പേഷ്യന്റ് സ്റ്റാർട്ട് ചെയ്തില്ലേ? ഔട്ട് പേഷ്യന്റ് സ്റ്റാർട്ട് ചെയ്തില്ലേ? ചെയ്തു അല്ലെ. നെക്സ്റ്റ് മിസ് എടുക്കുന്ന ചാപ്റ്റർ ഇൻപേഷ്യന്റ് ആണ്. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? OP-യിൽ വരുന്ന പേഷ്യൻസ്, അല്ലെങ്കിൽ എമർജൻസിയിൽ വരുന്ന പേഷ്യൻസ്, അല്ലെങ്കിൽ നമുക്ക് ആംബുലേറ്ററി കെയറിൽ വരുന്ന പേഷ്യൻസിനൊക്കെ ഒരു സ്പെഷ്യലിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ വിലയിരുത്തൽ കഴിഞ്ഞതിന് ശേഷം അവർക്ക് കൂടുതൽ ട്രീറ്റ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകൾക്ക് വേണ്ടിയൊക്കെ ഹോസ്പിറ്റലിൽ അക്കോമഡേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത് അല്ലെ. ആണോ? IP അല്ലെ. വെറുതെ വരുന്ന ഒരു പേഷ്യന്റിന് നമ്മൾ അവിടെ എടുത്തോ താമസിപ്പിക്കോ? ഇല്ല. എന്താണ് ഔട്ട് പേഷ്യന്റ്, OP-യിൽ വരുന്ന പേഷ്യൻസ്, അല്ലെങ്കിൽ എമർജൻസി സർവീസിൽ വരുന്ന പേഷ്യൻസ്, അല്ലെങ്കിൽ ആംബുലേറ്ററി കെയർ. ആംബുലേറ്ററി കെയർ എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യന്റ് സർവീസുകൾ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ഹോസ്പിറ്റലിൽ ഡോക്ടർ കാണാൻ വരാം, ഡോക്ടറുടെ സർവീസ് ട്രീറ്റ്മെന്റ് എടുക്കാൻ പോവാം. അപ്പൊ ആംബുലേറ്ററി കെയറിൽ വരുന്ന പേഷ്യൻസിനൊക്കെ ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിന്റെ വിലയിരുത്തലിന് ശേഷം, അസസ്മെന്റിന് ശേഷം ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ IPD എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ വരുന്നതാണ്, അടയാളപ്പെടുത്താം. ഓക്കെ അല്ലേ? മിസ് എടുക്കട്ടെ? തുടങ്ങാലോ? ഏകദേശം കിട്ടിയില്ലേ? IP എന്ന് പറഞ്ഞാല് ഇൻപേഷ്യന്റ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന രോഗികളെയാണ് ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെൻഷൻസ് areas of the hospital where patients are accommodated after being admitted based on doctors or specialist assessment from the outpatient department, emergency services and ambulatory care. എന്താണ് ഒരു ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ ഒരു എമർജൻസി, ആക്സിഡന്റ് ആൻഡ് എമർജൻസി, കാഷ്വാലിറ്റി ഒക്കെ കേട്ടിട്ടില്ലേ? കാഷ്വാലിറ്റിയിൽ പോകാം അല്ലേ?
അല്ലെങ്കിൽ നമ്മുടെ കാഷ്വാലിറ്റിയിൽ വരുന്ന രോഗികളെ, അല്ലെങ്കിൽ ആംബുലേറ്ററി കെയറിൽ വരുന്ന രോഗികളെ ഒരു സ്പെഷ്യലിസ്റ്റിന്റെ അതല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ വിലയിരുത്തൽ കഴിഞ്ഞതിന് ശേഷം എന്താണ് ആ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന ആ ഒരു ഏരിയയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ IPD എന്ന് പറയുന്നത്. ഓക്കെ ആണോ? An IPD is a part of healthcare facility or hospital where patients are admitted for over 24 hours. അല്ലെ IPD എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിന്റെ ഒരു ഭാഗമല്ലേ? അത് വേറെ ഏതെങ്കിലും സെക്ഷനിലാണോ? അല്ല അല്ലെ, ആ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് അല്ലെ. അപ്പൊ IPD എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ തന്നെ ഒരു ഭാഗമാണ്. കൂടാതെ പേഷ്യൻസ് ആർ അഡ്മിറ്റഡ് ഫോർ ഓവർ 24 hours. എന്താണ്, നമ്മൾ ആ പേഷ്യന്റിനെ ഒരു 24 മണിക്കൂറിൽ കൂടുതൽ അവിടെ താമസിപ്പിക്കുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് തീരുന്നത് വരെ കിടന്നാൽ മതി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറയാൻ പറ്റുമോ അവർ ഇൻഡോർ പേഷ്യന്റ് ആണ്, IP പേഷ്യന്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഒബ്സർവേഷന് വേണ്ടി കിടത്തിയതാണെന്ന് പറയും അല്ലെ. എന്താ പറയുന്നത്, ഒബ്സർവേഷന് വേണ്ടി കിടത്തിയതാണെന്ന് പറയും അല്ലെ. അപ്പൊ എന്താണ്, ഒരു ഇൻപേഷ്യന്റിനെ ഒരു എന്താണ് നമ്മുടെ ഹോസ്പിറ്റലില് 24 മണിക്കൂറിൽ കൂടുതൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് an IPD of the hospital is generally equipped with beds, medical equipment and 24/7 availability of doctors and nurses. അല്ലേ, നമ്മള് ഒരു IPD-യിൽ നമ്മൾ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്? ബെഡ്സ് ലഭിക്കുന്നുണ്ട് അല്ലെ, നമ്മൾ അവിടെ നമുക്ക് കിടക്ക ലഭിക്കുന്നുണ്ട് അല്ലെ. കൂടാതെ എന്താണ്, എക്യുപ്മെന്റുകളുടെ സേവനങ്ങൾ ലഭിക്കുന്നുണ്ടോ? എക്യുപ്മെന്റുകൾ അല്ലെ, എന്താണ് തെർമോമീറ്റേഴ്സും കൊണ്ട് നമ്മുടെ എന്താണ് ടെമ്പറേച്ചർ നോക്കുന്നുണ്ട്, പ്രഷർ നോക്കുന്നുണ്ട് അല്ലെ. അങ്ങനെയുള്ള എല്ലാ കാർഡിയാക് മോണിറ്റർ വേണമെങ്കിൽ അത് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, മെഡിക്കൽ എക്യുപ്മെന്റുകളുടെ സേവനം ലഭിക്കുന്നുണ്ട്. കൂടാതെ 24 മണിക്കൂറും നമുക്ക് ഡോക്ടേഴ്സിന്റെ നഴ്സുമാരുടെ സേവനം ലഭിക്കുന്നുണ്ടോ? നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നഴ്സുമാര് പരിശോധിച്ചുകൊണ്ടിരിക്കും അല്ലെ, കെയർസ് തന്നുകൊണ്ടിരിക്കും അല്ലെ. പിന്നെ എന്താണ്, നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും ഡോക്ടേഴ്സ് ഓടി വരും അല്ലേ. അപ്പൊ എന്താണ്, നമുക്ക് 24 മണിക്കൂറും നമുക്ക് ഡോക്ടേഴ്സിന്റെയും നഴ്സുമാരുടെയും സേവനം ലഭ്യമാകുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് the duration of stay will rely on severity of the patient's illness. എന്ന് വെച്ചാല് ഒരു പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ആക്കുന്ന ആ ഒരു കാലയളവ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ആ ഒരു പേഷ്യന്റിന്റെ അസുഖത്തിന്റെ കാഠിന്യം അനുസരിച്ചാണ് അല്ലെ. സെവേറിറ്റി ഓഫ് പേഷ്യന്റ് ഇൽനസ്, പേഷ്യന്റിന്റെ രോഗത്തിന്റെ കാഠിന്യം അനുസരിച്ചല്ലേ. ഇപ്പൊ ചെറിയ പനിയൊക്കെ ഉള്ളൂ അല്ലേ, അപ്പൊ അവർക്ക് എന്ത് ചെയ്യും, ആന്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 ദിവസത്തിനൊക്കെ ഉള്ളിൽ വിടും അല്ലെ. ആ ഒരു പനി കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ന്യൂമോണിയ ആയി മാറിയിട്ടുണ്ടെങ്കിൽ അവർ 2 ദിവസം 3 ദിവസം കൊണ്ട് വിടോ? വിടോ? ഇല്ല, അത് കുറച്ചും കൂടി കൂടുതലേ. അപ്പൊ എന്താണ്, ആ ഒരു പേഷ്യന്റിന് ആ ഒരു ഹോസ്പിറ്റലിൽ താമസിക്കുന്ന ആ ഒരു കാലയളവ്, ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ആ ഒരു പേഷ്യന്റിന്റെ അസുഖത്തിന്റെ കാഠിന്യം അനുസരിച്ചാണ്. ഓക്കെ ആണോ? അത്ര ഓക്കെ ആണോ? പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് വാട്ട് ഈസ് അഡ്മിഷൻ. അഡ്മിഷൻ എന്താണ്? ഇറ്റ് മീൻസ് allowing a client to stay in the hospital for observation, investigation and treatment of disease he is suffering from. അല്ലെ, ഒരു പേഷ്യന്റ് അനുഭവിക്കുന്ന അസുഖത്തിന്റെ ഒരു നിരീക്ഷണം അല്ലെ, ഒബ്സർവേഷൻ, അന്വേഷണങ്ങള്, ഇൻവെസ്റ്റിഗേഷൻ, അവരുടെ ചികിത്സയ്ക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലില് തുടരാൻ അനുവദിക്കുന്നതിനെയാണ് അല്ലെ, സ്റ്റേ ചെയ്യാൻ അനുവദിക്കുന്നതിനെയാണ് അഡ്മിഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഒരു പേഷ്യന്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിരീക്ഷണം നടത്തണം അല്ലെ. 48 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 25 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ അല്ലെ, ആണോ?
ഒബ്സർവേഷൻ നടത്തണമെങ്കിൽ അതല്ലെങ്കിൽ അവർക്ക് എന്താണ് എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്താനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ അവർക്ക് ട്രീറ്റ്മെന്റ് അല്ലെ ചികിത്സകൾ ലഭ്യമാകുന്നതിന് വേണ്ടി ആ ഹോസ്പിറ്റലിൽ താമസിക്കാൻ അല്ലെ അനുവദിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡ്മിഷൻ എന്ന് പറയുന്നത്. മിസ്സിന്റെ ക്യാമറ ഓഫ് ആണോ? അല്ലല്ലോ, എല്ലാവർക്കും ഓഫ് ആണോ? എന്ത് പറ്റി ശ്രീയ? ഓഫ് ആണോ? ഓഫ് അങ്ങനെ കാണുന്നവരൊന്ന് ഓഫ് ആണോ? അല്ലല്ലോ, ഓഫ് അല്ല. ഒന്നുകൂടെ ലീവ് ചെയ്തിട്ട് ഒന്നുകൂടെ ജോയിൻ ചെയ്ത് നോക്കിയേ. നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ജോയിൻ ചെയ്ത് നോക്കുക കേട്ടോ. രണ്ടാമത്തെ പോയിന്റോ? രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞുതരാലോ. NIPD is a part of health care facility or hospital. അല്ലെ, IPD എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ തന്നെ ഒരു ഭാഗമല്ലേ? ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഭാഗമാണ് അല്ലെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ആണോ? ആണ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് where patients are admitted for over 24 hours അല്ലെ. നമുക്ക് ആ ഒരു പേഷ്യന്റ് ഇൻപേഷ്യന്റ് ആണ് അല്ലെങ്കിൽ ഇൻഡോർ പേഷ്യന്റ് ആണ് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ആ ഒരു പേഷ്യന്റിനെ 24 മണിക്കൂറിൽ കൂടുതൽ ആ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയാൽ മാത്രമാണ്, സ്റ്റേ ചെയ്യിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ആ പേഷ്യന്റ് ഇൻഡോർ പേഷ്യന്റ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ പേഷ്യന്റിനെ 24 മണിക്കൂറിൽ കൂടുതൽ അഡ്മിറ്റ് ആക്കണം. അല്ലെങ്കിൽ എന്താ പറയാറ്? ഒബ്സർവേഷന് വേണ്ടി കിടത്തിയേക്കാണ് അല്ലെ. അല്ലെങ്കിൽ ട്രിപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് അല്ലെ, നമുക്ക് ട്രിപ്പ് ഇട്ട് കഴിഞ്ഞാൽ പോകാം, അഡ്മിറ്റ് ആക്കിയിട്ടില്ല, ട്രിപ്പ് ഇട്ട് കഴിഞ്ഞാൽ പോവാം അല്ലേ. നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ പറയുന്ന കാര്യങ്ങളാണ് അല്ലെ. ഓക്കെ ആണോ? നെക്സ്റ്റ് എന്താണ്? ഒരു പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ലഭിക്കുന്നുണ്ട്? ബെഡ്സ് കിട്ടുന്നുണ്ട് അല്ലെ, കിടക്കകൾ അല്ലെ, കട്ടില് കിടക്ക, അതിന്റെ സൗകര്യം ലഭിക്കുന്നുണ്ട്. എക്യുപ്മെന്റുകളുടെ സേവനം ലഭിക്കുന്നുണ്ടോ? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്കപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മുടെ ടെമ്പറേച്ചർ നോക്കുന്നുണ്ട്, BP നോക്കുന്നുണ്ട്, ECG എടുക്കണമെങ്കിൽ ECG മെഷീന്റെ സേവനം ലഭിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ മെഡിക്കൽ എക്യുപ്മെന്റുകളുടെ സേവനം ലഭിക്കുന്നുണ്ട്. കൂടാതെ 24 മണിക്കൂറും ഡോക്ടേഴ്സിന്റെയും നഴ്സുമാരുടെയും സേവനം കൂടി ആ ഒരു പേഷ്യന്റിന് ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ, ഫസ്റ്റത്തെ ആ ഒരു പാരഗ്രാഫ് മൊത്തം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ഇൻഡോർ പേഷ്യന്റ് എന്താണ്, IPDയുടെ ഫുൾ ഫോം എന്താണ്, അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ഫോം എന്താണെന്ന് ചോദിക്കാം. പിന്നെ എന്താണ് IPD? നെക്സ്റ്റ് പറയുന്നത് ഹോസ്പിറ്റലിലെ ആ ഒരു പേഷ്യന്റിന്റെ സ്റ്റേ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ദ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ വിൽ റിലേ ഓൺ സെവറിറ്റി ഓഫ് ദി പേഷ്യന്റ് ഇൽനെസ്. അതൊരു ക്വസ്റ്റ്യൻ വരാം. നെക്സ്റ്റ് പറയുന്നത് വാട്ട് ഈസ് അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടില്ലേ? Dash means allowing a client to stay in the hospital for observation, investigation and treatment of disease he is suffering from. അത് ക്വസ്റ്റ്യൻ വരാട്ടോ. കിട്ടില്ലേ? ഒരു പേഷ്യന്റ് അനുഭവിക്കുന്ന അസുഖത്തിന്റെ ഒബ്സർവേഷന് വേണ്ടി, ആ ഒരു അസുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾക്ക് അല്ലെ, ഇൻവെസ്റ്റിഗേഷന് വേണ്ടി, ആ ഒരു അസുഖത്തിന്റെ ട്രീറ്റ്മെന്റ് ചികിത്സയ്ക്ക് വേണ്ടി ആ ഒരു ഹോസ്പിറ്റലിൽ ആ ഒരു പേഷ്യന്റിനെ താമസിക്കാൻ അനുവദിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്മിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് അല്ലെ. അഡ്മിഷൻ പ്രൊസീജിയറിന്റെ ഉദ്ദേശം എന്താണ്? ഫസ്റ്റ് ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് കെയർ അല്ലെ. എന്താണ്? ചിലപ്പോ ആ ഒരു പേഷ്യന്റിന് ഇമ്മീഡിയറ്റ് ആയിട്ട് എമർജൻസി ആയിട്ട് എന്തെങ്കിലും പരിചരണങ്ങൾ ആവശ്യമായിട്ട് വരാം അല്ലെ. ഡോക്ടേഴ്സിന്റെ സേവനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റുകളുടെ സേവനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകളുടെ അല്ലെ. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് അയച്ചാൽ കൊടുക്കാൻ പറ്റുമോ? പെട്ടെന്ന് ഡോക്ടേഴ്സിന്റെ സേവനമൊക്കെ ലഭ്യമാക്കാൻ പറ്റുമോ?
ഇല്ല അല്ലെ. അപ്പൊ എന്താണ് അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അല്ലെ പെട്ടെന്ന് തന്നെ പരിചരണം നൽകുന്നതിന് വേണ്ടി. ഇപ്പൊ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൊക്കെ കിടക്കുന്ന പേഷ്യന്റിന് എപ്പോഴാണ് അവർക്ക് എന്ത് ബുദ്ധിമുട്ടാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല അല്ലെ. അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ട് അല്ലെ ഹാർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നവർക്ക് അപ്പൊ അവർക്ക് പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് കെയർ നൽകുന്നതിന് വേണ്ടി ടു പ്രൊവൈഡ് കംഫർട്ട് ആൻഡ് സേഫ്റ്റി ടു ദി പേഷ്യൻസ് അല്ലെ. എന്താണ് പേഷ്യൻസിന് ആശ്വാസവും സുരക്ഷിതത്വവും നൽകുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ പറയാറുണ്ട് ചിലപ്പോ നമ്മൾ ചില സിറ്റുവേഷനിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരുമ്പോ പറയാറുണ്ട് ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റ് ആക്കിയെങ്കിൽ അല്ലെ. പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് മേലുവേദനയും പനിയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ പറയാറുണ്ട് അല്ലേ. എന്താണ് കുറച്ചും കൂടി ഒന്ന് ആശ്വാസം കിട്ടേനെ അല്ലെ. അല്ലെങ്കിൽ ഒന്ന് ട്രിപ്പ് ഇട്ട് 2 ദിവസം 1 ദിവസമെങ്കിലും അവിടെ കിടത്തിയാൽ മതിയായിരുന്നു, ഒരു ആശ്വാസം കിട്ടിയേനെ അല്ലെ. അപ്പൊ ആ ആൾ അനുഭവിക്കുന്ന ആ ഒരു അസുഖത്തിന് ഒരു കംഫർട്ടും ഒരു സുരക്ഷിതത്വം നൽകുന്നതിന് വേണ്ടി. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ടു റിസീവ് the patient in ward for admission as per his condition അല്ലെ. ഒരു പേഷ്യന്റിനെ വാർഡിലേക്ക് സ്വീകരിക്കുന്നത് റിസീവ് ചെയ്യുന്നത് ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് അല്ലെ. ഇപ്പൊ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ നമുക്ക് വാർഡിലേക്ക് കിടത്താൻ പറ്റുമോ? ചിലപ്പോ അവരെവിടെയായിരിക്കും ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്കോ ഒക്കെ ആയിരിക്കും അല്ലെ, ICUലൊക്കെ ആയിരിക്കും കിടത്തുന്നത് അല്ലെ. അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ബാധയേക്കുന്നുള്ള പേഷ്യൻസിനൊക്കെ വരുന്നതോടായിരിക്കും സ്പെഷ്യൽ റൂമിലേക്കായിരിക്കും അല്ലെ കിടത്തുന്നത്, വാർഡിലേക്കൊന്നും കിടക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ എന്താണ് ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് അവരെങ്ങോട്ട് വാർഡിലേക്ക് സ്വീകരിക്കുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ടു ബി റെഡി ഫോർ എനി എമർജൻസി അല്ലെ. ഏതൊരു എമർജൻസി ഉണ്ടായാലും അവിടുത്തെ സ്റ്റാഫുകളും ഡോക്ടേഴ്സും എക്യുപ്മെന്റുകളൊക്കെ എന്തായിരിക്കണം? റെഡി ആയിരിക്കണം അല്ലെ. ഏത് അടിയന്തര സാഹചര്യത്തിലും സജ്ജമായിരിക്കണം അല്ലെ. ചിലപ്പോ ചില പേഷ്യൻസ് ചിലപ്പോ ഓവർകം ചെയ്തിട്ടുണ്ടായിരിക്കും, ഹെൽത്ത് ഒക്കെ ഒന്ന് ഓക്കെ സ്റ്റേബിൾ ആയിട്ടുണ്ടാവും, പക്ഷെ പെട്ടെന്ന് അവർക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് സജ്ജമായിരിക്കണ്ടേ, റെഡി ആയിരിക്കണം അല്ലെ ഡോക്ടേഴ്സും അല്ലെ. ആണോ? പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻസിന് പെട്ടെന്ന് അവരുടെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ സ്ലോ ആവുക അല്ലെ, അവർക്ക് വീണ്ടും ബുദ്ധിമുട്ട് വരിക അല്ലെ ആക്സിഡന്റ് കേസിൽ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ആ ഒരു എമർജൻസി ഏത് അടിയന്തര സാഹചര്യങ്ങളും കൈകാര്യം ചെയ്യാൻ അവിടെയുള്ള സ്റ്റാഫുകളും നമ്മുടെ ഡോക്ടേഴ്സും എല്ലാവരും റെഡി ആയിരിക്കുന്നതിന് വേണ്ടി. നെക്സ്റ്റ് പറയുന്നത് ടു obtain information about the client so as to establish a therapeutic nurse patient relationship അല്ലെ. എന്താണ്? To obtain information about the client so as to establish the therapeutic nurse patient relationship. എന്ത് ചെയ്യണം? നമ്മുടെ പേഷ്യന്റിന് അസുഖങ്ങളെ കുറിച്ച്, ട്രീറ്റ്മെന്റുകളെ കുറിച്ച്, അവരുടെ മരുന്നുകളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആരാ? ഡോക്ടർ എല്ലാം പറഞ്ഞു കൊടുക്കോ? ഡോക്ടർ എല്ലാം പറഞ്ഞു കൊടുക്കോ? ഇല്ല, നേഴ്സാണ് അല്ലെ. അവിടെ ഏത് നേഴ്സാണോ വന്ന് അവർക്ക് ചികിത്സ കൊടുക്കുന്നത് അല്ലെ, തെറാപ്യൂട്ടിക് നേഴ്സ് ആരാണോ അവരാണ് അല്ലെ. അപ്പൊ എന്താണ് ആ ഒരു നേഴ്സും ഇൻഫോർമേഷൻ നമ്മുടെ പേഷ്യന്റിനും പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നതിന് എന്താണ് ആ ഒരു തെറാപ്യൂട്ടിക് നേഴ്സും ആ ഒരു പേഷ്യന്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി. നെക്സ്റ്റ് പറയുന്നത് ടു ഇൻവോൾവ് പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻ കെയർ അല്ലെ. എന്താണ്? നമ്മുടെ പേഷ്യന്റിന്റെ പരിചരണത്തില് പേഷ്യൻസിന്റെ ഫാമിലിയെ ഇൻവോൾവ് ചെയ്യിക്കുക അല്ലെ. അപ്പൊ നമ്മുടെ ഡോക്ടർ എന്താണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് അവർക്ക് മരുന്നുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്താണ് നമ്മുടെ നഴ്സുമാര് പറഞ്ഞു തരാറുണ്ട് അല്ലെ. നമ്മുടെ ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ പറഞ്ഞു കൊടുക്കാറില്ലേ, ഇന്ന മരുന്നുകൾ കൊടുക്കണം അല്ലെ, അല്ലെങ്കിൽ ഇന്ന സമയത്ത് കൊണ്ടുപോയി ഇന്ന ടെസ്റ്റ് ചെയ്യിക്കണം അല്ലെ, അല്ലെങ്കിൽ യൂറിനൊക്കെ പോയി കഴിയുമ്പോൾ യൂറിന്റെ അളവ് നോക്കണം അല്ലെ. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറയാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ പേഷ്യന്റിന്റെ പരിചരണത്തില് പേഷ്യൻസിനെയും അവരുടെ ഫാമിലിയെയും ഇൻവോൾവ് ചെയ്യിക്കുന്നതിന് വേണ്ടി. നെക്സ്റ്റ് പറയുന്നത് ടു അസിസ്റ്റ് പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻ കെയർ അല്ലെ. എന്താണ്? പേഷ്യന്റ് പരിചരണത്തില് ഫാമിലിയുടെ അവരുടെ പേഷ്യൻസിനെയും ഫാമിലിയെയും
സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അസിസ്റ്റ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്താണ് ജസ്റ്റിൻ, മനസ്സിലായില്ല? എന്താണ്? സ്പീഡ് കൂടാനാണോ? മനസ്സിലാവുന്നില്ലേ? പറഞ്ഞോ. ഓക്കെയാണ്. ഓക്കെ, സ്പീഡ് ഉണ്ടോ? എന്താ വർഷ, സ്പീഡ് ഉണ്ടോ? മിസ്റ്റർ പറഞ്ഞ സ്പീഡ് കൂടിയിട്ടുണ്ടോ? സ്പീഡായി പോയാ? ഓക്കെ, സ്പീഡ് കൂടുതലുണ്ടോ? ഓക്കെ, മിസ് പതുക്കെ പറയാട്ടോ. മനസ്സിലായോ? പർപ്പസ് ഓഫ് അഡ്മിഷൻ ഒന്നുകൂടെ പറയണം. പറയാലോ? സ്പീഡ് കൂടുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. മിസ് പറഞ്ഞു പോകുമ്പോൾ ജസ്റ്റ് ആ ഒരു ഇതിൽ അങ്ങോട്ട് പോകും കേട്ടോ. അപ്പൊ സ്പീഡ് കൂടുകയാണെങ്കിൽ ഒന്നുകൂടി പറയാം കേട്ടോ. മിസ് സ്പീഡ് കൂടുന്നുണ്ട്, ഒന്നുകൂടി കുറയ്ക്കാന്ന് പറയാം കേട്ടോ. ഓക്കെ, പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ. നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയറിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ഒരു പേഷ്യന്റിന് ഇമ്മീഡിയറ്റ് ആയിട്ട് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ഇപ്പൊ എന്താ, ചില പേഷ്യൻസിന് എന്താണ്, ചിലപ്പോ അവരുടെ സിറ്റുവേഷൻ ഒക്കെ മാറാം അല്ലേ. ഇമ്മീഡിയറ്റ് ആയിട്ട് കെയർ കൊടുക്കണം. ഇപ്പൊ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? പിന്നെ എന്ത് ചെയ്യണം? നമ്മ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം അല്ലേ. അല്ലേ, ഇപ്പൊ നമ്മ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ ഡോക്ടേഴ്സ് പറയാറുണ്ട് അല്ലെ, വീട്ടിൽ കൊണ്ടുപോയാൽ ചിലപ്പോ ശരിയാവില്ല അല്ലെ, നിങ്ങൾ തിരിച്ചു കൊണ്ടുവരേണ്ടി വരും എന്നൊക്കെ പറയാറുണ്ട്. കേട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ? കണ്ടീഷൻ മോശമാവാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് അവർക്ക് വേണ്ട ഇമ്മീഡിയറ്റ് കെയർ നൽകുന്നതിന് വേണ്ടി. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ടു പ്രൊവൈഡ് കംഫർട്ട് ആൻഡ് സേഫ്റ്റി ടു ദി പേഷ്യൻസ് അല്ലെ. പേഷ്യൻസിന് അവർക്ക് ഒരു കംഫർട്ട്, ഒരു ആശ്വാസം അല്ലെ. നമുക്കിപ്പോ അസുഖങ്ങൾ വരാന്ന് പറഞ്ഞ ഒരു നല്ല കാര്യമാണോ? നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് നല്ല കാര്യമാണോ? അല്ല അല്ലെ. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്കൊരു ആശ്വാസവും നമുക്ക് സുരക്ഷിതത്വം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, നമ്മുടെ ഡോക്ടേഴ്സ് നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മുടെ നഴ്സുമാരുണ്ട്, നമുക്ക് വേണ്ട എക്യുപ്മെന്റുകൾ ഉണ്ടെന്ന് പറയാൻ നമുക്കൊരു ആശ്വാസമല്ലേ? ആണോ? ആണല്ലേ. അപ്പൊ അങ്ങനെ എന്താണ്, പേഷ്യൻസിന് ഒരു ആശ്വാസവും സുരക്ഷിതത്വം നൽകുന്നതിന് വേണ്ടി. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഒരു പേഷ്യന്റിനെ വാർഡിൽ സ്വീകരിക്കുന്നത് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് അല്ലെ, ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചാണ്. ഇപ്പൊ ഒരുപാട് ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവരെ നമുക്ക് വാർഡിലേക്ക് സ്വീകരിക്കാൻ പറ്റുമോ? അവരെ നമ്മൾ ICUലേക്കോ അല്ലെ, അല്ലെങ്കിൽ വെന്റിലേറ്റേഴ്സിലേക്കൊക്കെ ആയിരിക്കില്ലേ കൊണ്ടുപോകുന്നത്? അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആകും അല്ലെ, ഇൻഫെക്ഷൻ ആകുന്നുള്ള പേഷ്യന്റിനെ നമ്മൾ വാർഡിലേക്കൊക്കെ എടുക്കാൻ പറ്റുമോ? അവരെന്ത് ചെയ്യും? സ്പെഷ്യൽ റൂമിലേക്കൊക്കെ ആയിരിക്കും അല്ലെ കിടക്കുന്നത്. അപ്പൊ എന്താണ്, ഒരു പേഷ്യന്റിനെ വാർഡിലേക്ക് സ്വീകരിക്കുന്നത്? വാർഡ് എന്നൊക്കെ പറയുന്നത് ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ, ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ പെടുന്നതല്ലേ. അപ്പൊ എന്താണ്, വാർഡിലേക്ക് ഒരു പേഷ്യന്റിനെ ഉള്ള അഡ്മിഷൻ കൊടുക്കുന്നത്, സ്വീകരിക്കുന്നത് ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ടു ബി റെഡി ഫോർ എനി എമർജൻസി. എന്തൊരു എമർജൻസി ഉണ്ടായാലും അല്ലെ, എന്തൊരു എന്താണ് അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിലും റെഡി ആയിരിക്കണം അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളായാലും ഡോക്ടേഴ്സ് ആയാലും എക്യുപ്മെന്റ്സുകളായാലും അല്ലെ. അപ്പൊ എന്താണ്, അങ്ങനെയുള്ള ഒരു റെഡിനെസ് അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി. ടു ബി റെഡി ഫോർ എനി എമർജൻസി, ഒരു ഏത് അടിയന്തര സാഹചര്യത്തിനും തയ്യാറാകാൻ വേണ്ടിയിട്ട് അല്ലെ. ഓക്കെ ആണോ? അപ്പൊ പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, അവര് സ്റ്റേബിൾ ആയി, ഓക്കെ ആയി. ഇപ്പൊ മരുന്ന് കൊടുത്തു, ഇഞ്ചക്ഷൻ കൊടുത്തു, അവർക്ക് വേണ്ട മെഡിക്കേഷൻസ് ഒക്കെ കൊടുത്തു, അവർ സ്റ്റേബിൾ ആയി. ഏത് സിറ്റുവേഷനിലാണ് അവർക്ക് പെട്ടെന്ന് എമർജൻസി വരാൻ പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റുമോ?
പേഷ്യൻസ് ഇല്ല അല്ലെ. അപ്പൊ എങ്ങനെ ഏതൊരു എമർജൻസി വന്നാലും അതിന് റെഡി ആയിരിക്കും, സജ്ജമായിരിക്കുക. നെക്സ്റ്റ് പറയുന്നത് ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ അബൌട്ട് ദ ക്ലയന്റ് ഓൾസോ ആസ് ടു എസ്റ്റാബ്ലിഷ് എ തെറാപ്യൂട്ടിക് നഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പ് അല്ലെ. എന്താണ് നമ്മുടെ ഒരു പേഷ്യന്റിന്റെ വിവരങ്ങൾ അല്ലെ, രോഗത്തെ കുറിച്ച്, ട്രീറ്റ്മെന്റുകളെ കുറിച്ച്, അവരുടെ പരിചരണങ്ങളെ കുറിച്ച്, ടെസ്റ്റുകളെ കുറിച്ചൊക്കെ ഉള്ള വിവരങ്ങൾ കൊടുക്കുന്നതാരാ? പേഷ്യൻസിനും റിലേറ്റീവ്സിനോട് ഷെയർ ചെയ്യുന്നതാരാ? നേഴ്സാണ് അല്ലെ, തെറാപ്യൂട്ടിക് നേഴ്സ് അല്ലേ. നമ്മ ഒരുപാടല്ലേ ചോദിക്കാറ്, നമ്മുടെ അടുത്ത് നേഴ്സ് വരുമ്പോഴാണ് അല്ലെ ചോദിക്കുന്നത്, ഇന്ന് ഡിസ്ചാർജ് ചെയ്യോ അല്ലെ, എത്ര ദിവസത്തേക്ക് ആന്റിബയോട്ടിക്സ് എഴുതി തന്നിട്ടുണ്ട്, ഡോക്ടർ എന്താ പറഞ്ഞത്, അങ്ങനെ നമ്മളല്ലേ അവരടുത്ത് അവിടെ അടുത്തല്ലേ ചോദിക്കുക, ആണോ? അല്ലേ. അപ്പൊ എന്താണ്, അങ്ങനെ ആ ഒരു തെറാപ്യൂട്ടിക് നേഴ്സും ആ ഒരു പേഷ്യൻസും ഇൻഫോർമേഷൻസ് വിവരങ്ങൾ കൈമാറുന്നതില് ഒരു റിലേഷൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ടു ഇൻവോൾവ് പേഷ്യൻസ് ആൻഡ് ഫാമിലി ഇൻ കെയർ അല്ലെ. എന്താണ് പേഷ്യൻസിന്റെ പരിചരണത്തിൽ, കെയേഴ്സില് നമ്മുടെ പേഷ്യൻസിന്റെ ഫാമിലിയെയും പേഷ്യൻസിനെയും കൂടി ഉൾപ്പെടുത്തുക അല്ലെ. നമ്മുടെ നമ്മൾ അഡ്മിറ്റ് ആക്കി കഴിയുമ്പോൾ നഴ്സുമാര് വന്നിട്ട് നമുക്ക് മരുന്നുകളൊക്കെ തരാറുണ്ട് അല്ലെ. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാൽ ഇന്ന മെഡിസിൻ കൊടുക്കുക അല്ലെ, അല്ലെങ്കിൽ ഇന്ന ടെസ്റ്റുകൾ ചെയ്യിക്കണം, നമ്മളെയും കൂടി ഉൾപ്പെടുത്താറുണ്ടോ അവരുടെ പരിചരണത്തില്? ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് പേഷ്യന്റിന്റെ പരിചരണത്തില് പേഷ്യൻസിനെയും ഫാമിലിയെയും ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി. നെക്സ്റ്റ് പറയുന്നത് ടു അസിസ്റ്റ് പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻ കെയർ അല്ലെ. എന്താണ്, നമ്മുടെ പേഷ്യൻസിന്റെ പരിചരണത്തില് നമ്മുടെ പേഷ്യന്റിനെയും പേഷ്യന്റിന്റെ ഫാമിലിയെയും സഹായിക്കുന്നുണ്ടോ? നഴ്സുമാര്, ഡോക്ടേഴ്സ് ഒക്കെ സഹായിക്കുന്നുണ്ട് അല്ലെ, ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയർ കൊണ്ടുള്ള ഉദ്ദേശങ്ങള്. ഓക്കെ ആണോ? ഓക്കെ, ഇന്ന് മിസ് എടുത്ത ഭാഗം ഓക്കെ അല്ലേ? ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Okay, ma'am. Thank you. Thank you.